എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ അടുത്തിടെ വന്നിട്ടുള്ള ആപ്ലിക്കേഷനുകളും പോർട്ടലുകളും സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇതിൽ നിന്നൊരു മാർക്ക് ഇനി വരുന്ന LDC എക്സാം ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഏതൊരു PSC എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ടെലഗ്രാമിൽ നമ്മുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി വരുന്ന LDC എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ LGS ഉണ്ട്, ഇനി വരുന്ന പിന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടൊരു കറണ്ട് അഫെയറിൻ്റെ ഒരു കോഴ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ 10-15 പേരായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ തന്നെ 3-4 പേരായി. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെച്ചേക്കാം. ആ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിനകത്ത് കയറിയിട്ട് വെറും 120 രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 120 രൂപയ്ക്ക് LDC LGS ഏത് എക്സാമിനും വേണ്ടുന്ന കറണ്ട് അഫെയർ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ലൈവ് സെക്ഷനായിട്ടാണ്, അതായത് ടെലഗ്രാമിൽ തന്നെ നമ്മൾ ഓഡിയോ ലൈവ് ക്ലാസ് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലായിരിക്കും 1 മണിക്കൂർ ഓഡിയോ ലൈവ് ക്ലാസ്. അതുപോലെ തന്നെ എക്സാംസ് ഇടുന്നുണ്ട്. അന്ന് എടുത്ത ക്ലാസ്സിൻ്റെ തന്നെ എക്സാംസ് അടുത്ത ദിവസം ഇടുന്നതാണ്. അതുപോലെ തന്നെ റിവിഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹാൻഡ് റൈറ്റ് നോട്ട്സ് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇടുന്നതാണ്. 20-ൽ 18 മാർക്ക് മിനിമം സ്കോർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്ത് ലൈവ് സെക്ഷനുമായിട്ട്, അതായത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അത് പോകുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് അറിയിച്ചതാണ്. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് പിൻ ചെയ്തിരിക്കുന്ന മെസ്സേജ് നോക്കിയാൽ മതി. താല്പര്യമുള്ളവർ മാത്രം മതി. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് പോർട്ടലുകൾ കേരളം. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ആപ്ലിക്കേഷൻസിലാലും അതുപോലെ തന്നെ പോർട്ടലുകൾ കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും പണ്ടാണ് നമ്മൾ ഫയലുകളൊക്കെ തപ്പിയെടുത്ത് ഓരോ ഓഫീസുകളിൽ പോയി ദിവസങ്ങളോളം ഇരിക്കേണ്ടത് വരുന്നില്ല. അപ്പോൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവേൺസ് പോലുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ട് കുറച്ചുകൂടെ എല്ലാം സ്മാർട്ടായി. അതാണ് സ്മാർട്ടായി. ഡിജിറ്റൽ ഇന്ത്യ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഡിജിറ്റലായി, എല്ലാം ഡിജിറ്റലൈസ്ഡായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനും പോർട്ടലുകളൊക്കെയാണ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇന്ന് പഠിക്കാം. ഫസ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? കെ സ്മാർട്ട്. അപ്പോൾ ഇവിടെ എന്താണ് കെ സ്മാർട്ട്? എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത്. അപ്പോൾ കെ സ്മാർട്ട്. അപ്പോൾ എന്താണ് കെ സ്മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. മറക്കല്ലേ. അടുത്തത്, ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി KSRTC ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ്. അപ്പോൾ ഈ ചലോ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് കയറി ഇന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക ചലോ ആപ്പ്. അപ്പോൾ ചലോ ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിനായിട്ടുള്ള KSRTC ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ്. ചലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിക്കൊണ്ടിരിക്കുകയെന്നല്ലേ. KSRTC എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിൽക്കത്തില്ലല്ലോ. ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ കരുതിയാൽ മതി. ചലോ ആപ്പ് ചലോ ആപ്പ്. അപ്പോൾ ചലോ ആപ്പ് ആരുടെയാണ്? ചലോ ആപ്പ് KSRTC ആരംഭിച്ച ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി KSRTC ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചലോ ആപ്പ് കൊണ്ട് നമുക്ക് ബസ്സുകൾ എവിടെ എത്തി എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യം ഈ ആപ്പിലുണ്ട്. അപ്പം ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന എനിക്ക് തോന്നുന്നു സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ ആയിരിക്കും ആണെന്ന് തോന്നുന്നു. മെയിനായിട്ട് സൂപ്പർ ഫാസ്റ്റും അങ്ങനെ ഫാസ്റ്റ് പാസഞ്ചറൊക്കെയാണ് കാണിക്കുന്നത്, ഓർഡിനറി ഒന്നും കാണിക്കത്തില്ല. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ആ ആപ്പിലുണ്ട്. അപ്പോൾ ചലോ ആപ്പ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചലോ ആപ്പ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങളെന്തായാലും എടുത്തു വെച്ചോ. നമ്മളെല്ലാവരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, നമുക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൂടെയാണ് ഓരോ വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് എടുത്തു നോക്കുക. ചലോ ആപ്പ് എന്തിനാണ്? ഇപ്പം തന്നെ പഠിച്ചോ. നിങ്ങൾ സെർച്ച് ചെയ്ത് ജസ്റ്റ് ആപ്പിലൊന്ന് കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങളത് മൈൻഡിൽ കിടക്കും. പിന്നെ ഈ ഒരു ചലോ ആപ്പിനെ പറ്റി ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി KSRTC ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ്.
ചലോ ആപ്പ് കൊണ്ട് പിന്നെ ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഈ ചലോ ആപ്പിലുണ്ട്. ക്ലിയറായി? അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെൽ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് കുറിച്ചിട്ട് ഒരു മാർക്ക് ഷുവറാണ് ഇതിനകത്തുനിന്ന്. ഇത് ചോദിക്കും. സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന സംവിധാനം എന്താണ്? വാട്ടർ ബെൽ. അതായത് വാട്ടർ ബെൽ എന്ന് പറയുമ്പോൾ നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ എന്തോ ജലമില്ലായിരിക്കും എന്നല്ലേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലമില്ലാതാവുന്ന അവസ്ഥയല്ലേ. അപ്പോൾ അത് കുട്ടികളുടെ ആണെന്നത്. കുട്ടികൾക്ക് നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാനല്ലേ വെള്ളം കൊടുക്കാനല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്? വാട്ടർ വെച്ചല്ലേ. വെള്ളം ഇവിടെ വാട്ടർ ബോട്ടിൽ നിന്ന് ഉദ്ദേശിച്ചോ? വാട്ടർ ബെല്ലെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള ആ ഒരു ബെല്ല് അടിക്കുന്ന സമയം അങ്ങ് വിട്ടു. സ്കൂളാകുമ്പോൾ ബെല്ലടിക്കത്തില്ലേ? വാട്ടറിനുള്ള ബെല്ലടിക്കുക. നിർജ്ജലീകരണം സംഭവിക്കുന്ന വിദ്യാർത്ഥികൾ വരുമ്പോൾ ആ വാട്ടറിനുള്ള ബെല്ലടിക്കുക എന്നങ്ങ് വിചാരിച്ചാൽ മതി. വാട്ടർ ബെല്ല്. ഈ കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ വാട്ടർ ബെല്ലിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ക്ലിയറായേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്കൂൾ വിദ്യാർത്ഥികളുടെ നിർജ്ജലീകരണം തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെൽ. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത് നോക്കാം. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അപ്പോൾ അതിഥി തൊഴിലാളികൾ ആരും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇവിടെ വരുന്ന മെയിനായിട്ട് നമ്മൾ മലയാളികൾ പറയുന്നത് ബംഗാളികളാണ്. അപ്പോൾ ഈ ബംഗാളികൾ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ബംഗാളികളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുന്നുകൂടി നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ ഇറങ്ങി നോക്കിയാൽ മതി, നമ്മുടെ കേരളത്തിലെ എല്ലാ ടൗണുകളിലും നോക്കിയാൽ അവരായിരിക്കും നിരന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ ഒന്നും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ഒന്നും ഒരു സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതിനുവേണ്ടി സർക്കാർ ഇറക്കിയ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതായത് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. മറക്കല്ലേ. അടുത്തത് കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. അപ്പോൾ മൺകുരൽ എന്താണ്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയെ. മൺകുരൽ എന്താണ്? കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. കളിമൺ ഉണ്ടാക്കുന്നത് മണ്ണിൽ നിന്നല്ലേ. അപ്പോൾ മണ്ണിൻ്റെ കുരൽ നിന്ന് കൊടുത്തു വെച്ചാൽ മൺകുരൽ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനത്തിനായി, അതായത് നമുക്കറിയാം പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെയൊക്കെ ആധുനികവൽക്കരണം, കൂടുതൽ വിപണന സാധ്യതകൾ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വരുന്നത്. അതായത് ഈ കളിമൺ ഉൽപ്പന്നങ്ങളൊക്കെ പണ്ടത്തെ കഴിഞ്ഞൊരു കാലം വരെ നമ്മൾ ചന്തയിൽ പോയി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയാലും നമ്മൾ മേടിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു പ്രൊഡക്റ്റും വിൽക്കുമ്പം അതിൻ്റെ മെയിനായിട്ട് എന്താണ് വരുന്നത്? ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചിരിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ കളിമൺ ഉൽപ്പന്നങ്ങളും അതിൻ്റേതായ രീതിയിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നു. അവരൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അവർക്ക് കളിപാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു. അപ്പം അവരുടെ കച്ചവടം ഓൺലൈൻ വഴി നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. മൺകുരൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കും പരമ്പരാഗത കളിമൺ ഉൽപ്പന്നങ്ങളുടെ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും. അത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായി? അവരും അപ്ഡേറ്റഡായി. ക്ലിയറായി? അടുത്തത് KSFEയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് KSFE പവർ. KSFE അറിയാമല്ലോ എന്തോന്ന്? KSFE KSFEയിലാണ് ചിട്ടിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ KSFE പവർ, അതായത് ഇപ്പം ഇത്രയേ ഉള്ളൂ. KSFE പവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മൾ KSFEയിൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും ഇല്ല. നമ്മളിപ്പം SBIക്ക് യോനോ ആപ്പ്, അതുപോലെ തന്നെ കാനറ ബാങ്കിൻ്റെ ആപ്പ് അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ. KSFEയുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ്. SBIയുടെ ആപ്ലിക്കേഷൻ്റെ പേര് എന്താ? യോനോ ആപ്പ് എന്നല്ലേ SBIയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിനോട്ടാണ് KSFEയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് വരുന്നത് KSFE പവർ. അടുത്തത് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. അപ്പോൾ എന്താണ്? സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ.
അതായത് ഇത്രയും എടുത്ത് വെച്ചാൽ നമ്മളിപ്പം അറിയാമല്ലോ, നമ്മൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്നിടം വരെ നമുക്ക് ടെൻഷനാണ്. വരാനൊരു 1 മണിക്കൂറോ അരമണിക്കൂറോ വൈകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പണ്ടത്തെ കാലത്ത് അതിന് ഒരു സംവിധാനമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാവാഹൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ നമുക്ക് രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുവരെ എവിടെ എത്തി, എന്താണ് താമസിക്കുക, കാരണം ഇപ്പോൾ ബസ് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെയുള്ള ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. വിദ്യാവാഹൻ അപ്പോൾ ഓർത്ത് വെച്ചോ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന MVD ആണ്, മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. വിദ്യ കുട്ടികളുടെ ആണല്ലോ, വിദ്യാഭ്യാസം, വാഹനമാണത്, വിദ്യാവാഹൻ. ക്ലിയറായ? അടുത്തത് സപ്ലൈകോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ വിശദമായി അറിയിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ട്രാക്ക് സപ്ലൈകോ മറക്കല്ലേ. അതായത് വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ വിശദമായി അറിയിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ട്രാക്ക് സപ്ലൈകോ. ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം അടുത്ത് ഇപ്പം നമ്മൾ വേറൊരു നാട്ടിൽ പോവുക, ഉദാഹരണം ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട് പത്തനംതിട്ട, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയത്ത് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് സാധനം മേടിക്കണം. പക്ഷേ എനിക്ക് സപ്ലൈകോയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ സപ്ലൈകോയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രാക്ക് സപ്ലൈകോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോട്ടയത്തെ സപ്ലൈകോയുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിനനുസരിച്ച് എനിക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം എന്താണ്. അപ്പം മറക്കല്ലേ, ട്രാക്ക് ചെയ്യുക, ട്രാക്ക് സപ്ലൈകോ. ക്ലിയറായോ? ട്രാക്ക് സപ്ലൈകോ. അതുപോലെ തന്നെ അതിൻ്റെ അതായത് സപ്ലൈകോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ വിശദമായി അറിയിക്കുന്നതിന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ട്രാക്ക് സപ്ലൈകോ. അപ്പോൾ ആരാണ്? സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലാണല്ലോ സപ്ലൈകോ വരുന്നത്. ക്ലിയറായ? അപ്പോൾ അവരാണ് ട്രാക്ക് സപ്ലൈകോ ഇറക്കിയത്. ക്ലിയറായ? അടുത്തത് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും കെൽട്രോണിൻ്റെ സഹായത്തോടെ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഹരിതമിത്രം. അപ്പോൾ ആരൊക്കെയാണ് ഹരിതമിത്രം? എന്താണ്? അപ്പം മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. അപ്പോൾ നമ്മുടെ അറിയാലോ, ഹരിത കേരള മിഷനും അതുപോലെ തന്നെ ശുചിത്വ മിഷനും കെൽട്രോൺ അറിയാലോ, കെൽട്രോണിൻ്റെ സഹായത്തോടെയാണ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ ഊർജ്ജമാക്കാനാണ് ഹരിതമിത്രം തുടങ്ങിയത്. അത് ഒരു സ്മാർട്ട് ഗാർബേജ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. സ്മാർട്ട് ഗാർബേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹരിതമിത്രം. അടുത്തത് സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള. മുമ്പേ നമ്മൾ പറഞ്ഞു ട്രാക്ക് സപ്ലൈ, ഇത് തമ്മിൽ തെറ്റല്ലേ. ട്രാക്ക് സപ്ലൈകോ എന്ന് പറഞ്ഞാൽ സപ്ലൈകോയുടെ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിവരങ്ങളാണ് ട്രാക്ക് സപ്ലൈകോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ അറിയാൻ സാധിക്കുന്നത്. അടുത്തത് സപ്ലൈ കേരള എന്ന് പറഞ്ഞാൽ സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി. നമുക്കറിയാമല്ലോ, ഇപ്പം ഓൺലൈൻ കച്ചവടം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നില്ലേ, ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും. അതുപോലെ സപ്ലൈകോയ്ക്കും ഒരു ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള. എന്നാൽ പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഒരു ആപ്ലിക്കേഷൻ ആക്കിയാൽ പഠിക്കാൻ എളുപ്പമില്ലയോ. അടുത്ത് നോക്കാം. കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റി ആരംഭിച്ച ഉപഭോക്തൃ പരാതി പരിഹാര സോഫ്റ്റ്വെയർ സംവിധാനമാണ് അക്വാലൂം. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റി ആരംഭിച്ച ഉപഭോക്തൃ പരാതി പരിഹാര സോഫ്റ്റ്വെയറാണ് അക്വാലൂം. കേരള വാട്ടർ അതോറിറ്റിയുടെയാണ് അക്വാലൂം. അപ്പോൾ മറക്കല്ലേ. അടുത്തത് ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ കാണുന്നതിനായി സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പ് ആരംഭിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് ജലനേത്ര. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കത്തും. പക്ഷേ നമുക്ക് ഓപ്ഷന് ചിലപ്പം ഓപ്ഷന് നേത്രത്തിനുള്ള പല പേരുകൾ വെച്ചായിരിക്കും, ജലത്തിൻ്റെ ഇത് വെച്ചായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഓപ്ഷൻ വരുന്നത്. അന്നേരം നമുക്ക് കിടന്ന് നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെക്കൂ. ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ കാണുന്നതിനായി സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പ് ആരംഭിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് ജലനേത്ര. മറക്കല്ലേ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ കേരളത്തിൽ ആദ്യം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തത് സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ല് അടയ്ക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്ലിക്കേഷനാണ് കെ സെൽഫ്. ഇമ്പോർട്ടൻ്റ് ആണ്.
മറക്കല്ലേ. അപ്പോൾ എന്താണ് സ്മാർട്ട് ഫോണിലൂടെ, നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിങ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ല്, വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ബില്ല്, കുടിവെള്ള ബില്ല് അടയ്ക്കുവാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് ആപ്ലിക്കേഷനാണ് കെ-സെൽഫ്. ക്ലിയർ ആയേ? അടുത്തത് പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യൂണിസെഫും സംയുക്തമായി വികസിച്ച ആപ്ലിക്കേഷനാണ് യു സ്കൂൾ. മറക്കല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ എന്താണെന്ന് കാര്യം എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യൂണിസെഫ്, കണ്ടോ, യൂണിസെഫ് വന്നതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇവിടെ യൂണിസെഫും സംയുക്തമായി വികസിച്ച ആപ്ലിക്കേഷനാണല്ലോ, അതുകൊണ്ട് തന്നെ യൂണിസെഫിൻ്റെ യു അങ്ങ് നിങ്ങളെടുത്തായി. യൂണിസെഫോടെ വന്നതുകൊണ്ട് കാരണമാണ് ആപ്ലിക്കേഷൻ്റെ പേര് യു സ്കൂൾ എന്നാക്കിയതാണെന്ന് നിങ്ങളങ്ങ് ഓർത്ത് വെച്ചാൽ യു സ്കൂൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പഠന വിനോദ യാത്രകൾ സുരക്ഷിതമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ തന്നെ യൂണിസെഫും സംയുക്തമായി വികസിച്ച ആപ്ലിക്കേഷനാണ് യു സ്കൂൾ. അടുത്തത് നോക്കാം. കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിലെ പരിശോധന നടത്താനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? അസറ്റ് മാപ്പർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതായത് കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലയിൽ, അപ്പോൾ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ്. പരിശോധന നടത്താനാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് എന്നല്ലേ അർത്ഥം. അപ്പോൾ കേരളത്തിലെ സംരക്ഷിത വനം എന്ന് പറയുമ്പോൾ സ്വത്ത് എന്നല്ലേ. അപ്പം സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിലെ പരിശോധന നടത്താനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? അസറ്റ് മാപ്പർ അറിയാലോ, അസറ്റ് മാപ്പർ. ക്ലിയർ ആയേ? അടുത്തത് നിയമസഭാ പ്രസംഗങ്ങൾ, ചോദ്യങ്ങൾ, മറുപടികൾ, ഉപചോദ്യങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ സാമാജികർക്ക് ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഈ നിയമസഭാ ആപ്പ്. അതറിയാം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അടുത്തത് കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വിവരങ്ങൾ നൽകാനും ആകർഷകമായ സ്ഥലങ്ങൾ സ്വയം കണ്ടെത്താനുമുള്ള കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കേരള ടൂറിസം ആപ്പ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കത്തും, കേരള ടൂറിസം ആപ്പ്. അടുത്തത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടുകളിൽ യഥാർത്ഥ കലാസൃഷ്ടികൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി രൂപവൽക്കരിച്ച സോഫ്റ്റ്വെയറാണ് ഗ്ലേസ്. കേട്ടോ, മറക്കല്ലേ. അടുത്തത് കേരളത്തിൽ പൊതുമരാമത്ത് റോഡുകളെക്കുറിച്ചുള്ള പരാതികൾ ഓൺലൈനായി അറിയിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് PWD ഫോർ യു. അതായത് പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് തന്നെ PWD ആണല്ലോ. അപ്പോൾ ഫോർ യു നമുക്ക് വേണ്ടി. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. ഒരിടയ്ക്ക് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അറിയാമല്ലോ, PA മുഹമ്മദ് റിയാസ് ആണ്. PA മുഹമ്മദ് റിയാസ് ഒരിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും റോഡുകളൊക്കെ മോശമായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം കയറിയും ഒക്കെ കിടക്കുന്നില്ല, നശിച്ചൊക്കെ കിടക്കുവാണ്, റോഡുകൾ നശിച്ചും ചീത്തയായിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ PWD ഫോർ യു എന്ന ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് വേണ്ടുന്ന പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്യുമെന്നല്ലേ അന്ന് മിനിസ്റ്റർ പറഞ്ഞു. അത് എത്രത്തോളം നടപ്പായെന്ന് എനിക്കറിയില്ല. ആ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഈ PWD ഫോർ യു എന്ന ആപ്ലിക്കേഷൻ സർക്കാർ ഇറക്കിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ പൊതുമരാമത്ത് റോഡുകളെക്കുറിച്ചുള്ള പരാതികൾ ഓൺലൈനായി അറിയിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് PWD ഫോർ യു. അടുത്തത് ചെറുകിട ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ കന്നുകാലികളെ വാങ്ങുവാനും വിൽക്കുവാനും അവസരമൊരുക്കുന്ന മിൽമയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് മിൽമ കൗ ബ്രൗസർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, നമ്മുടെ നാടപ്പോൾ എന്തുമാത്രം അപ്ഡേറ്റഡ് ആയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ചെറുകിട ക്ഷീര കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ സഹായമില്ലാതെ കന്നുകാലികളെ വിൽക്കുവാൻ വരെ നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷനായി മിൽമ കൗ ബസാർ. അതായത് നമ്മുടെ പശുക്കളില്ലേ, കന്നുകാലികൾ പശുക്കളൊക്കെ ഇല്ലേ, അവരെ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ അവസരമൊരുക്കുന്ന മിൽമയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് മിൽമ കൗ ബസാർ. കേട്ടോ. അടുത്തത് സ്ഥിരമായിട്ട് നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് യോദ്ധാവ്. സ്ഥിരമായിട്ട് നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് ക്ഷീര കർഷകർക്ക് ക്ഷീരവികസന വകുപ്പിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനായി വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പോർട്ടലാണ് ക്ഷീരശ്രീ. മറക്കല്ലേ.
അടുത്തത് ഹോമിയോപ്പതി വകുപ്പിലെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ വെബ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് എം ഹോമിയോ. പരീക്ഷയ്ക്ക് ചോദിക്കുകയും മറക്കല്ലേ, എം ഹോമിയോ. അടുത്തത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈനിലൂടെ അറിയിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റാണ് റവന്യൂ മിത്രം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഒന്നുകൂടെ പറയാം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് ഓൺലൈനിലൂടെ അറിയിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റാണ് റവന്യൂ മിത്രം. അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോം വഴി നൽകുന്ന പദ്ധതിയാണ് ഇ സേവനം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇ ഗവേണൻസ് ക്ലാസ്സിലെല്ലാം നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോം വഴി നൽകുന്ന പദ്ധതിയാണ് ഇ സേവനം. അടുത്തത് ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഇ കോർട്ട് സർവീസ്. അതായത് ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ, ഹൈക്കോടതിയും ജില്ലാ കോടതിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇ കോർട്ട് സർവീസ്. ഈ കോടതിയാണ്, ഈ കോർട്ട്സ് അറിയാലോ, ഈ കോർട്ട് സർവീസസ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ആപ്ലിക്കേഷനും പോർട്ടലുകളും പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനും പോർട്ടലുകളും നമ്മുടെ കേരളത്തിൽ അടുത്തിടെ വന്നിട്ടുള്ളത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി വരുന്ന ഇപ്പോൾ എൽ ഡി സി അറിയാമല്ലോ, 6 ഘട്ടമായിട്ടാണ് LDC എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ LGS വരുന്നുണ്ട്, പിന്നെ LP UP ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഇതിനകത്ത് മാർക്ക് മേടിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് കയറി ജോയിൻ ചെയ്യും. നിങ്ങൾ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ, കോഴ്സ് ജോയിൻ ചെയ്യുമോ വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നിങ്ങൾ കോഴ്സിന് ഇഷ്ടമുള്ളവർ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ്. ആ പിൻ ചെയ്ത മെസ്സേജ് കയറി കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, താല്പര്യമില്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. കാര്യം നമ്മൾ PSC യുമായിട്ട് സംബന്ധിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ പറയുന്നത്. കോഴ്സിന് ചേരുവോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പം ടോപ്പിക് വൈസ് ആയിട്ട് ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു മാസത്തെ എല്ലാ കറണ്ട് അഫയേഴ്സ് നമ്മൾ വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല നിൽക്കത്തില്ല. പക്ഷേ ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തല നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് എടുത്തെടുത്ത് പോകുന്നത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 95% ഉറപ്പുള്ള പോയിന്റ്സാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ LDC ഫോക്കസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി മിഷൻ LDC 2024 വന്നൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിവിഷൻ ക്ലാസ്സസ് 2 ക്ലാസ്സസായി. അതായത് ഒന്ന് എക്കണോമിക്സിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ഒന്ന് സാമ്പത്തിക ശാസ്ത്രം, ഒന്ന് പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി. 2 ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. രണ്ടും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് ഇട്ടത്. മാക്സിമം നിങ്ങൾ ഇത് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് റിവിഷൻ ക്ലാസ് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളിനിയിപ്പം റിവിഷൻ ക്ലാസ്സസ് മാക്സിമം ഇടാൻ ശ്രമിക്കുകയാണ്. മറ്റന്നാൾ ഇപ്പം LP UPയുടെ ഇല്ലേ, അതുകൂടെ കഴിയുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് റിവിഷൻ ക്ലാസ്സസ് LDC ഫോക്കസ് ചെയ്തുള്ള റിവിഷൻ ക്ലാസ്സസ് ഇടുവാണ്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ആദ്യമേ നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.